ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള മതിൽ ഏതെന്ന ചോദ്യത്തിന് നമുക്കെല്ലാം ഉത്തരമുണ്ട്. ചൈനയിലെ വൻമതിൽ ആണത്. എന്നാൽ ഏറ്റവും വലിയ രണ്ടാമത്തെ മതിൽ ഏതാണ് എന്ന ചോദ്യത്തിന് പലപ്പോഴും നമുക്കാർക്കും ഉത്തരമുണ്ടാകാറില്ല. എന്നാൽ അത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണെന്നറിയുമ്പോൾ അത് വളരെ അത്ഭുതകരമായ ഒരു അറിവായിരിക്കും. ഇന്ത്യയിൽ രാജസ്ഥാനിലെ കുംഭാൽഗഡ് കോട്ടയെക്കുറിച്ചും അവിടുത്തെ വലിയ മതിലിനെക്കുറിച്ചും ആ മതിൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ മതിലാണ് എന്നതിനെക്കുറിച്ചും അറിവുള്ളവർ വളരെ കുറവായിരിക്കും. അതെ, ഇന്ത്യയിലാണ് ലോകത്തിലെ രണ്ടാമത്തെ വലിയ മതിൽ സ്ഥിതി ചെയ്യുന്നത്. രാജസ്ഥാനിലെ ആരവല്ലി മലനിരകളിലാണ് കുംഭാൽഗഡ് കോട്ടയും അതിനെ ചുറ്റിയുള്ള വൻമതിലും സ്ഥിതി ചെയ്യുന്നത്. പരസ്പരം പൊരുതിയും പോരാടിയും അധികാരം നിലനിർത്താൻ മത്സരിച്ചിരുന്ന രജപുത്ര രാജാക്കന്മാരിൽ പ്രമുഖനായിരുന്ന മേവാറിലെ കുംഭകർണ സിംഗാണ് കുംഭൽ കോട്ട പണി കഴിപ്പിച്ചത്. രാജ്യത്തെമ്പാടും നിരവധി കോട്ടകൾ പണികഴിപ്പിച്ച കുംഭകർണ സിംഗ് പണികഴിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ടതും വലുതുമായ കോട്ടയായിരുന്നു കുംഭാൽഗഡ് കോട്ട. രാജസ്ഥാനിലെ ഏറ്റവും ഉയരമുള്ള കോട്ട കൂടിയാണിത്. ഈ കോട്ടയ്ക്ക് ചുറ്റും പണികഴിപ്പിച്ച 36 കിലോമീറ്റർ നീളമുള്ള മതിലാണ് ഇത്. മതിലിൻ്റെ പലയിടങ്ങളിലും 15 മീറ്റർ വരെ വീതിയുമുണ്ട്. രാജസ്ഥാനിലെ അക്കാലത്തെ ഏറ്റവും വിഖ്യാതനായ ശില്പിയായ മന്ദൻ്റെ സഹായത്തോടെയാണ് ഈ മതിൽ പണികഴിപ്പിച്ചത്. സമുദ്രനിരപ്പിൽ നിന്നും 3600 അടി ഉയരത്തിലാണ് കുംഭാൽഗഡ് കോട്ട സ്ഥിതി ചെയ്യുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അസാധ്യമായ കാഴ്ചകളാണ് ഈ കോട്ടയ്ക്ക് മുകളിലേറിയാൽ കാണാനുള്ളത്. ആരവല്ലി മലനിരകളുടെ മനോഹരമായ കാഴ്ച കാണാം ഇവിടെ നിന്ന്. യുദ്ധം പോലെയുള്ള അപകട സമയങ്ങളിൽ മേവാർ ഭരണാധികാരികൾ ഒളിത്താവളമായി ഈ കോട്ട ഉപയോഗിച്ചിരുന്നു. മഹാറാണ പ്രതാപ് ഇവിടെയാണ് ജനിച്ചതെന്നാണ് വിശ്വാസം. മുഗൾ ചക്രവർത്തി അക്ബർ, അംബർ രാജാവായിരുന്ന രാജ മാൻസിംഗ്, മാർവാർ രാജാവായിരുന്ന രാജ ഉദയസിംഗ്, ഗുജറാത്തിലെ മിർസ എന്നിവർ സംയുക്തമായി നടത്തിയ ആക്രമണം വരെ ഈ കോട്ട നേരിടുകയുണ്ടായി. ഗുജറാത്ത് ഭരണാധികാരിയായിരുന്ന അഹമ്മദ് ഷാ 1457 കോട്ടയ്ക്ക് നേരെ ആക്രമണം നടത്തിയെങ്കിലും കോട്ട പിടിച്ചെടുക്കാനായില്ല. കോട്ടയെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു ദൈവപ്രതിഷ്ഠ കോട്ടയ്ക്കകത്തുണ്ടായിരുന്നുവെന്നും ഷായുടെ ആക്രമണത്തിൽ ആ ക്ഷേത്രം തകർന്നുവെന്നും വിശ്വാസം. 1458-59 1467 ഖിൽജി രാജാവായിരുന്ന മുഹമ്മദ് ഖിൽജിയുടെ സൈന്യവും കോട്ടയ്ക്ക് നേരെ ആക്രമണം നടത്തിയെങ്കിലും അതും വിഫലമാവുകയായിരുന്നു. അങ്ങനെ അനേകം പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ഇന്നും നമ്മുടെ മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു അത്ഭുതമാണ് ഈ കോട്ട. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നിന്നും 64 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി ആരവല്ലി താഴ്വരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് കുംഭൽഗഡ് കോട്ട. കുന്നിൻ മുകളിൽ സുരക്ഷിതമായിരിക്കുന്ന ഈ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ നിരവധി കോട്ടവാതിലുകൾ കടന്ന് വരണം. ഈ കോട്ടവാതിലുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അതീവ സുരക്ഷാ രീതികളിലാണ്. വാതിലുകളിൽ പിടിപ്പിച്ചിരിക്കുന്ന ഇരുമ്പായുധങ്ങൾ ആനകളുടെ ആക്രമണങ്ങളിൽ നിന്നും ഈ വാതിലുകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ആനകളുമായി വരുന്ന എതിർ സൈന്യം പലപ്പോഴും ആനകളെ ഉപയോഗിച്ചാണ് ഈ വാതിലുകൾ തള്ളി തുറക്കാറുള്ളത്. അപ്പോൾ ആനകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം വാതിലുകൾ നിർമ്മിച്ചിട്ടുള്ളത്. നിരവധി ഹിന്ദു ജൈന ക്ഷേത്രങ്ങൾ കോട്ടയ്ക്കുള്ളിൽ പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങളെ കൂടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും വലിയ ഒരു മതിൽ നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ഈ കോട്ടയുടെ മുൻവശത്തെ ഭിത്തികൾക്ക് ഏകദേശം 15 അടി കനമുണ്ട്. കോട്ടയ്ക്കുള്ളിൽ നൂറുകണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. അതിൽ 300 പുരാതന ജൈന ക്ഷേത്രങ്ങളും മറ്റുള്ളവ ഹിന്ദു ആരാധനാലയങ്ങളുമാണ്. കാലങ്ങളായി
മേവാറിലെ ഭരണാധികാരികൾ കോട്ടയിൽ നിരവധി കൂട്ടിച്ചേർക്കലുകൾ നടത്തിയെങ്കിലും യഥാർത്ഥ ഘടന ഇപ്പോഴും നിലനിൽക്കുന്നു. പർവ്വത പ്രദേശമായതിനാൽ കുംഭൽഗഡ് നിർമ്മിച്ചിരിക്കുന്നത് രജപുത്ര വാസ്തുവിദ്യാ ശൈലിയിലാണ്. അത് ഈ ഭൂപ്രദേശത്തിൻ്റെ പ്രതിരോധ സവിശേഷതകൾ ഉപയോഗപ്പെടുത്തിയാണ് നിർമ്മിച്ചത്. 13 കുന്നുകൾക്ക് മുകളിലൂടെ ഏകദേശം 36 കിലോമീറ്റർ വിസ്മയിപ്പിക്കുന്ന ദൂരത്തേക്കാണ് ഈ മതിലുകൾ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇത് ഈ കോട്ടയുടെ ഏറ്റവും മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. കുന്നിന് മുകളിൽ പണിതിരിക്കുന്ന കോട്ടയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തു നിന്നുള്ള കാഴ്ച വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുക. നിരവധി കുന്നുകൾ, അതിലേറ്റവും ഉയർന്ന കുന്നിൻ്റെ മുകളിൽ ഏറ്റവും ഉയരത്തിൽ പണിതിരിക്കുന്ന കോട്ട അക്കാലത്തെ രാജാക്കന്മാരുടെ സുരക്ഷിതത്വത്തിൻ്റെയും അവരുടെ ജീവിത വീക്ഷണങ്ങളുടെയും പ്രതീകമായി നിലകൊള്ളുന്നു. കോട്ടയുടെ ഏറ്റവും ഉയരമുള്ള സ്ഥലത്ത് നിർമ്മിച്ച കൊട്ടാരമാണ് ബാദൽ മഹൽ. ഈ കൊട്ടാരത്തിനും ഒരുപാട് കഥകൾ പറയുവാനുണ്ട്. മേഘങ്ങളുടെ വീട് എന്നാണ് ബാദൽ മഹലിൻ്റെ അർത്ഥം. ബാദൽ മഹലിൻ്റെ ഉൾവശത്തായാണ് ഭൈരവ് മന്ദിർ സ്ഥിതി ചെയ്യുന്നത്. ആരും കീഴടക്കാത്ത കോട്ടയെന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്ന കുംഭൽഗഡ് കോട്ട കുംഭൽഗഡ് കോട്ടയുടെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ബാദൽ മഹൽ 19-ാം നൂറ്റാണ്ടിൽ മേവാർ ഭരണാധികാരിയായിരുന്ന റാണ ഫത്തേ സിംഗ് നിർമ്മിച്ചതാണ്. 2 നിലകളുള്ള കൊട്ടാരം 2 വ്യത്യസ്ത ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. രാജകീയ സ്ത്രീകൾക്കും രാജകീയ പുരുഷന്മാർക്കും. കൊട്ടാരത്തിൽ 19-ാം നൂറ്റാണ്ടിലെ ചില മനോഹരമായ ചുമർ ചിത്രങ്ങളുണ്ട്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് കുംഭൽഗഡ് കോട്ടയിലും പരിസരത്തും കാണുവാനും ആസ്വദിക്കുവാനും ഒരുപാട് പ്രദേശങ്ങളുണ്ട്. ഈ കോട്ടയ്ക്ക് സമീപം തന്നെയാണ് കുംഭൽഗഡ് വന്യജീവി സങ്കേതവും. അതുപോലെ ഈ കോട്ടയ്ക്കുള്ളിൽ തന്നെ നിരവധി പ്രശസ്തമായ ക്ഷേത്രങ്ങളുമുണ്ട്. ഇവിടേക്കുള്ള യാത്ര ഒരു സഞ്ചാരിക്ക് ഒരിക്കലും നഷ്ടമാകില്ല.